എല്ലാവർക്കും രത്നാരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളാരും ചിന്തിക്കാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മൈദ കുറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഓണാക്കിയെന്ന് എഴുതിയിട്ട് പറഞ്ഞു, പക്ഷേ നോക്കുമ്പോൾ ഓണായിട്ടുണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാവുന്നതും. അപ്പം ഇതിന് ഒരു അര സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ അര സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു സ്പൂൺ കടലമാവ് ഇതാണ് കടലമാവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അരിച്ച് വെച്ചതാണ്, ഞാൻ അരിച്ചിട്ട് വീണ്ടും ഈ കവറിലേക്ക് തന്നെ ആക്കി വെച്ചതാണ്, വേറെ പാത്രത്തിലൊക്കെ ആക്കി വെക്കണമെങ്കിൽ. അപ്പം അങ്ങനെ ഇത് നന്നായിട്ട് കുഴയ്ക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. കടലമാവിൻ്റെ കളറാണിത്, മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് ബ്രെഡ് 4 വശവും കളഞ്ഞിട്ട് ഇത് ഈ ഷേപ്പിൽ നമ്മൾ എടുക്കുക. ഞാൻ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇതാണ് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കണേ. എന്നിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കും. കൈകൊണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എടുക്കുമ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ എടുക്കുക. ഇത് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരുപാടൊന്നും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ളത് മതി. ഇങ്ങനെ മുങ്ങാൻ തക്ക വിധത്തിലൊന്നും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചില്ല. ഇത് മതി. ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇതായിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഹലോ, വെളിച്ചെണ്ണ അധികം ഒട്ടുമില്ല. നമുക്ക് നന്നായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്തു. കിട്ടില്ല വെളിച്ചെണ്ണ ഇല്ല, എത്രയും വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എനിക്കൊരു ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. പിന്നെ എന്താ വേണ്ടത്, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇട്ടതാ, ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും രത്നാരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളാരും ചിന്തിക്കാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മൈദ കുറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഓണാക്കിയെന്ന് എഴുതിയിട്ട് പറഞ്ഞു, പക്ഷേ നോക്കുമ്പോൾ ഓണായിട്ടുണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാവുന്നതും. അപ്പം ഇതിന് ഒരു അര സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ അര സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു സ്പൂൺ കടലമാവ് ഇതാണ് കടലമാവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അരിച്ച് വെച്ചതാണ്, ഞാൻ അരിച്ചിട്ട് വീണ്ടും ഈ കവറിലേക്ക് തന്നെ ആക്കി വെച്ചതാണ്, വേറെ പാത്രത്തിലൊക്കെ ആക്കി വെക്കണമെങ്കിൽ. അപ്പം അങ്ങനെ ഇത് നന്നായിട്ട് കുഴയ്ക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് കായം ചേർക്കാം കേട്ടോ, കായം ചേർത്തില്ല. ഇത് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. കടലമാവിൻ്റെ കളറാണിത്, മഞ്ഞപ്പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഇത് ബ്രെഡ് 4 വശവും കളഞ്ഞിട്ട് ഇത് ഈ ഷേപ്പിൽ നമ്മൾ എടുക്കുക. ഞാൻ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇതാണ് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കണേ. എന്നിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കും. കൈകൊണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എടുക്കുമ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ എടുക്കുക. ഇത് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരുപാടൊന്നും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ളത് മതി.
ഇങ്ങനെ മുങ്ങാൻ തക്ക വിധത്തിലൊന്നും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചില്ല. ഇത് മതി. ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡ്രൈ ഇതായിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയിൽ നിന്ന് നമുക്ക് ഇത് മാറ്റാം. എടുത്തത് ഇതേപോലെ ഉണ്ട്, ഇട്ട് കൊടുക്കാം. കുട്ടികൾ സ്കൂളിലിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. വയറ് നിറച്ച് കഴിക്കാം. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാറ്. എല്ലാവർക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീരുന്നത് അറിയില്ല. വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. കാരണം ഡീപ് ഫ്രൈ ആക്കിയില്ലെങ്കിലും നമുക്കിത് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. കണ്ടോ, വെളിച്ചെണ്ണ അധികം ഒട്ടുമില്ല. ഇത് നമുക്ക് നന്നായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടും ചെയ്തു. കണ്ടില്ലേ, വെളിച്ചെണ്ണ ഇല്ല, ഇത്രയും വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എനിക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. പിന്നെ എന്താ വേണ്ടേ, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.